നമസ്കാരം. നോമ്പ് ഒരർത്ഥത്തിലൊരു പർവ്വതാരോഹണമാണ്. 40 രാവും 40 പകലുമുള്ള സീനായി വാസം ഓർക്കുക. എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അവിടെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. ഭാര്യയോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കണം. ഒരു മൃഗവും മലയുടെ സമീപം ഉണ്ടാവരുത്. ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് ഉള്ളത്. വസ്ത്രം ജീവിത ധാർമ്മികതയുടെ പ്രതീകമാണ്. ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നവരുടെ പെരുമാറ്റങ്ങളിൽ കളങ്കമുണ്ടാവാൻ പാടില്ല. ഇന്ദ്രിയങ്ങളാൽ നയിക്കപ്പെടുന്ന മൃഗങ്ങളുടെ സ്വഭാവം വെടിയണം. ബ്രഹ്മചര്യം പാലിക്കണം എന്നിങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങൾ പിതാക്കന്മാർ നൽകുന്നുണ്ട് ഇവയ്ക്ക്. കാരണം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലല്ലോ. ഇന്ദ്രിയപരമായ എല്ലാ അറിവുകളെയും കഴുകിക്കളഞ്ഞിട്ടാണ് അതീന്ദ്രിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇന്ദ്രിയങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തിയ എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും അനാബദ്ധരാകണം. ആഴങ്ങളെ അറിയുന്ന ആത്മാവിനൊപ്പം പ്രയാണം തുടരണം. തപസ്സിൽ പുരോഗമിക്കുന്ന മോശയ്ക്ക് ദൈവലിഖിതമായ പെരുമാറ്റച്ചട്ടങ്ങളുടെ ഫലകങ്ങൾ കൈവശമാകുന്നുണ്ട്. നോമ്പ് ഒരച്ചടക്കത്തെയാണ് സമ്മാനിക്കുന്നത്. തേജസ്സിലേക്ക് നമ്മെ കൈപിടിച്ച് കയറ്റുന്ന ഒരു പെരുമാറ്റച്ചട്ടമാണ് മോശയ്ക്ക് സീനായ് മലയും സമ്മാനിക്കുന്നത്. ഇത് അയാളുടെ കണ്ണുകളെ വെളിച്ചം കൊണ്ട് നിറച്ചെടുത്തു. അയാൾ മരിക്കുമ്പോൾ 120 വയസ്സ് ആയിരുന്നുവെങ്കിലും അയാളുടെ കണ്ണ് മങ്ങിയിരുന്നില്ല എന്നാണ് വായിക്കുന്നത്. ഒരു വട്ടം കൂടെ പറയട്ടെ, തനിക്ക് ലഭിച്ച ഉന്നതമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് അയാൾ തൻ്റെ മരണനാഴികയോളം വ്യതിചലിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ അടയാളമായി ഒളിമങ്ങാത്തതായ ആ നയനങ്ങളെ നമുക്കും കാണരുതോ? നമസ്കാരം.